ഹായ്, ഇന്ന് നല്ല കുറേ മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചാറ് കറി വെച്ചാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അധികം എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. നമുക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. കാരണം ഇത് ചൂടായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിൽ നിന്ന് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് കരിഞ്ഞു പോകും. അപ്പം നമ്മളിത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 4 സ്പൂൺ ഇടാം. 1 കിലോ മത്തിയുണ്ട്. കൂടെ തന്നെ നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറേ ആയി കേട്ടോ ഇങ്ങനത്തെ വലിയ ലോങ് വീഡിയോ ചെയ്തിട്ട്. ലോങ് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴൊന്ന് എല്ലാം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഇത്രയും കട്ടക്കായം കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ കൂടെ. ഇതൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടത് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇടത്തില്ല മീൻ കറിക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും ഉലുവ പൊടിച്ചതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് ചാറെടുക്കാം. കാരണം ഇത് മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓരോരുത്തർക്കും ചാറ് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം നമ്മൾ വെള്ളം ഒഴിക്കണം. ഞാനിതധികം ചാറാക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ മീൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. കരിയാപ്പില അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് പകുതി വെള്ളം പറ്റിക്കഴിഞ്ഞാണ് നമ്മുടെ ഈ വെച്ചേക്കുന്ന മത്തി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് വെന്ത് മുള്ളേ നടന്നു പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ ഒരു പകുതി പരുവാകുമ്പം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മത്തിക്കധികം വേവൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് ഏകദേശം ഒരു പകുതി പറ്റി വരട്ടെ. ഇതിനെയും നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് പകുതി പറ്റട്ടെ. നമ്മുടെ ചാറ് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ചും കൂടെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തേക്ക് മീനിടാം. ഇനി ഒരു കുറച്ചുകൂടെ ചാറ് പറ്റാനുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചാറ് കൂടുതൽ വേണ്ടവർക്ക് അധികം പറ്റിക്കണമെന്നില്ല. എനിക്ക് അധികം ചാറ് വേണ്ടാഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കിതിന് കുറച്ചുകൂടെ ചാറ് പറ്റട്ടെ. ഇനി കുറച്ച് ഉപ്പിൻ്റെ ബാലം കൂടെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് കുറച്ചുകൂടെ ഒന്ന് സെറ്റാവട്ടെ. നമുക്ക് നോക്കാം. നമ്മുടെ ചാറൊക്കെ ഏകദേശം പരുവായിട്ടുണ്ട്. നമ്മുടെ മത്തിക്കുട്ടന്മാരെ നമുക്ക് ഇതിനകത്തേക്ക് പെറുക്കിയിടാം. അതുപോലെ തന്നെ മീൻ വേവിക്കുമ്പോൾ ഒരിക്കലും തീ കുറച്ച് വെച്ച് വേവിക്കരുത്. നല്ല തീയിലിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഇത് പെട്ടെന്ന് വേകും. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ചാറൊട്ട് പറ്റത്തുമില്ല. നമ്മുടെ കഷ്ണം എല്ലാം വെന്ത് വല്ലാണ്ട് കലങ്ങിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു 10 മിനിറ്റ് മതി. മത്തിക്ക് 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 7-8 മിനിറ്റ് മതി ഇതിനകത്ത് നിന്നൊന്ന് വേകാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് തീ അങ്ങ് നിർത്തിയിടാം. കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന പരുവം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൂടെ 8 മിനിറ്റ് കൂടെ നിന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും അത് അടിപൊളിയായിട്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മീൻകറി ആയോ നോക്കാം.
ഇതൊന്നും എണ്ണയല്ല കേട്ടോ, നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. അതുകൊണ്ട് അതിന് കറി വെക്കാമെന്ന് വിചാരിച്ചേ. ഉണ്ടോ, എണ്ണ പനച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നതുണ്ടോ? അത് മൊത്തം ഈ നെയ്യാണ് മത്തിക്കകത്ത് നിന്ന് ഇറങ്ങിയേ. ഇനി അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ടിട്ട്, എത്രയായാലും ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ മീൻകറി ആവത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കറക്കി നിർത്തി വയ്ക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. മതി, അത്രയും മാത്രം ഒഴിച്ചാൽ മതി. കാരണം മത്തിയുടെ നെയ്യ് ഉള്ളത് കൊണ്ട് അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഇതിന് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മുടെ തീ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, പുളിയുടെയും ഒക്കെ നല്ല മണം ഇങ്ങോട്ട് മത്തിരി അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ ചോറുണ്ണാൻ അങ്ങ് തോന്നുക. അപ്പം നമുക്കിതെല്ലാം ഒന്ന് തണുത്തിട്ട് കാണിക്കാം കേട്ടോ. എല്ലാ സെറ്റ് പരുവത്തിലുള്ള ചാറും എല്ലാം ആയിട്ടുണ്ട്. കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ മത്തിക്കറി. ഒരുവിധം നല്ല കുറുകുറാന്നായിട്ടുണ്ട്. തീരെ ചാറുമല്ല, നമുക്ക് പരുവത്തിനുള്ള ചാറായിട്ടുണ്ട്. ഇനി ഇരുന്ന് കഴിയുമ്പം കുറച്ചുകൂടി ഇത് കുറുകും. അപ്പോൾ നമുക്ക് ഇനി നിർത്തി വയ്ക്കാം. നമ്മുടെ മീൻകറി കണ്ടോ, ഇതൊന്നും എണ്ണയല്ല, ഈ മത്തിയുടെ നെയ്യാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇത് നമ്മുടെ മീൻകറി എങ്ങനെ അറിയാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? നമുക്കൊരു ചോറിനകത്തോട്ട് ഒരു ചെറിയ പീസും ഒരു സ്പൂണ് ചാറും കൂടെ ഒഴിച്ചൊന്ന് കഴിച്ചാലോ? ഇത് മീൻ കഷ്ണം, നമുക്ക് ചാറൊഴിക്കാം. കണ്ട, ഇതാണ് നമ്മുടെ മീൻകറി. ഇനി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മീനൊക്കെ വെന്തത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത കണ്ടോ. ഈ മുള്ളേന്നൊന്നും പോയിട്ടൊന്നുമില്ല. ചൂടാ ഒരു തരത്തിലും ചൂട് കാരണം ഒരു രക്ഷയില്ല. കണ്ട, ഇനി ഈ മീൻ കഷ്ണവും ഈ ചാറും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. കണ്ട, അപ്പം എല്ലാവർക്കും മീൻകറിയും ചോറും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മീൻകറി കൂട്ടി ചോറുണ്ടോ കേട്ടോ.